നമ്മുടെ തൊട്ടടുത്തുള്ള സ്റ്റാർ സിസ്റ്റമായ ആൽഫ സെൻറ്റോറിയിൽ നിന്നും ഒരു വലിയ കൂട്ടം ഏലിയൻസ് ഭൂമിയിലേക്ക് വരുന്നു. അവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ഭൂമി എന്ന ഗ്രഹത്തെ സ്വന്തമാക്കുക എന്നത് തന്നെയാണ്. കാരണം അവർ ഇപ്പോൾ താമസിക്കുന്ന ആൽഫ സെൻറ്ററിയിൽ ജീവിതം അത്ര സൗകര്യപ്രദമൊന്നുമല്ല. അവിടുത്തെ പ്രധാനപ്പെട്ട വില്ലൻ എന്ന് പറയുന്നത് 3 ബോഡി പ്രോബ്ലമാണ്. ഐസക് ന്യൂട്ടൺ മുന്നോട്ട് വെച്ച 3 ബോഡി പ്രോബ്ലം തന്നെ. നമ്മുടെ സൗരയൂഥത്തിന് ഒരൊറ്റ നക്ഷത്രം മാത്രമാണ് ഉള്ളതെങ്കിൽ ആൽഫ സെൻറ്റോറി സ്റ്റാർ സിസ്റ്റത്തിൽ 3 നക്ഷത്രങ്ങളാണ് ഉള്ളത്. ആൽഫ സെൻറ്റോറി എ, ആൽഫ സെൻറ്റോറി ബി, പിന്നെ പ്രോക്സിമ സെൻറ്റോറി. ഈ 3 ഭീകരമായിട്ടുള്ള നക്ഷത്രങ്ങളുടെ സാന്നിധ്യം കാരണം അവിടുത്തെ ഗ്രഹങ്ങളിലെ കാലാവസ്ഥ വലിയ രീതിയിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. ചില സമയത്ത് അതിശക്തമായിട്ടുള്ള ചൂടാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ അതിശക്തമായിട്ടുള്ള തണുപ്പായിരിക്കും. അങ്ങനെ കാലാവസ്ഥ മാറി മറിഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവർ അവരുടെ ഗ്രഹം ഉപേക്ഷിച്ച് ഭൂമി ലക്ഷ്യമാക്കി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. ഞാൻ ഈ പറഞ്ഞത് ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിൽ റിലീസായി വന്ന 3 ബോഡി പ്രോബ്ലം എന്ന ഒരു സീരീസിലെ കഥയാണ്. ഇതൊരു സീരീസിലെ കഥയാണെങ്കിൽ പോലും, ഇതിൽ അല്പം ഫിക്ഷൻ ഉണ്ടെങ്കിൽ പോലും, ഇതിൻ്റെ പിന്നിൽ അല്ലെങ്കിൽ ഇതിൻ്റെ ബേസ് എന്ന് പറയുന്നത് ശരിക്കുമുള്ള ശാസ്ത്രം തന്നെയാണ്, ശരിക്കുമുള്ള 3 ബോഡി പ്രോബ്ലം തന്നെയാണ്. ഈ സീരീസ് ഞാൻ കണ്ടില്ല. ശരിക്കും ഇങ്ങനെ ഒരു സീരീസ് ഇറങ്ങിയെന്ന് അറിഞ്ഞത് തന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാമിലൂടെയും ഫേസ്ബുക്കിലൂടെയും ഒക്കെ വന്ന നിരവധി മെസ്സേജുകളാണ്. എല്ലാവർക്കും 3 ബോഡി പ്രോബ്ലത്തെക്കുറിച്ച് അറിയണം. എനിക്ക് പെട്ടെന്ന് മനസ്സിലായില്ല എന്തുകൊണ്ടാണ് എല്ലാവർക്കും പെട്ടെന്ന് 3 ബോഡി പ്രോബ്ലത്തെക്കുറിച്ച് അറിയണമെന്നുള്ള ഒരു ചിന്തയുണ്ടായതെന്ന്. പിന്നെ ഒരാളോട് മെസ്സേജ് അയച്ചപ്പോഴാണ് ഇങ്ങനൊരു സീരീസ് ഇറങ്ങിയ കാര്യം അറിഞ്ഞത്. ഒരു സിനിമയായിരുന്നെങ്കിൽ കാണാമായിരുന്നു, പക്ഷേ സീരീസ് കാണണമെങ്കിൽ എനിക്ക് കുറേ അധികം മാസങ്ങൾ തന്നെ ചിലവഴിക്കേണ്ടി വരും. പക്ഷേ ആ സീരീസ് കാണാതെ തന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ട് ആ സീരീസിൽ പ്രതിപാദിക്കുന്ന 3 ബോഡി പ്രോബ്ലത്തെക്കുറിച്ച് വിശദീകരിക്കാം. അതിൽ പറയുന്ന ഫിക്ഷണൽ എലമെൻറ്റിനെ കുറിച്ചും വിശദീകരിക്കാൻ സാധിക്കുന്നതാണ്. നമുക്കെന്തായാലും വീഡിയോയിലേക്ക് തന്നെ കിടക്കാം. ഇപ്പോൾ സമ്മർ വെക്കേഷൻ ആണല്ലോ, അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥി സുഹൃത്തുക്കളായിട്ടുള്ള നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് ഞാൻ ഓഫർ നൽകുകയാണ്. നമ്മുടെ അഡ്വാൻസ്ഡ് ആസ്ട്രോഫിസിക്സ് കോഴ്സിൽ നിങ്ങൾക്ക് എൻറോൾ ചെയ്യാനായിട്ട് 50% ഫീസ് മാത്രം അടച്ചാൽ മതി. അതിനുവേണ്ടി ഇവിടെ കാണുന്നത് പോലെ SMMR50 എന്ന പ്രോമോ കോഡ് ഉപയോഗിക്കുക. 3000 രൂപയുടെ കോഴ്സ് നിങ്ങൾക്ക് 1500 രൂപയ്ക്ക് ലഭിക്കുന്നതാണ്. ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 50 പേർക്ക് മാത്രമാണ് ഇത് ബാധകം. ഇതിലൂടെ നിങ്ങൾക്ക് ഭാവിയിൽ ഒരു ശാസ്ത്ര പ്രബന്ധം തന്നെ പബ്ലിഷ് ചെയ്യാനും സാധ്യമാകുന്നതാണ്. ഇതിൻ്റെ അവസാന ഭാഗത്ത് റിസർച്ച് വിത്ത് മീ എന്ന ഒരു സെഷനുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ തന്നെ നമ്മളൊരു ശാസ്ത്ര പ്രബന്ധം പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇനിയും തുടർച്ചയായിട്ട് അത്തരത്തിലുള്ള പ്രബന്ധങ്ങൾ പബ്ലിഷ് ചെയ്യുന്നതുമാണ്. നിങ്ങളുടെ പ്രായം വളരെ കുറവാണെന്ന് ഓർത്ത് നിങ്ങൾ നിരാശപ്പെടേണ്ട കാര്യമില്ല. ഇതൊരു ലൈഫ് ടൈം കോഴ്സാണ്. നിങ്ങൾക്ക് ഒരു 10 വർഷം കഴിഞ്ഞാലും ഈ കോഴ്സ് കണ്ടിന്യൂസ് ആയിട്ട് അറ്റൻഡ് ചെയ്യാനും ഈ റിസർച്ചിൻ്റെ ഭാഗമായി ഒരു പേപ്പർ പബ്ലിഷ് ചെയ്യാനും സാധിക്കുന്നതാണ്. കോഴ്സ് രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഫസ്റ്റ് കമൻറ്റിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. അതൊന്ന് പരിശോധിക്കുക. ഐസക് ന്യൂട്ടൻ്റെ പ്രശസ്തമായ പുസ്തകമായ പ്രിൻസിപ്പിയ മാത്തമെറ്റിക്കയിലാണ് ആദ്യമായി 3 ബോഡി പ്രോബ്ലത്തെക്കുറിച്ച് പരാമർശിക്കുന്നത്. ഒരു നക്ഷത്രമുള്ള ഒരു സോളാർ സിസ്റ്റത്തെക്കുറിച്ച് നമുക്ക് സങ്കല്പിക്കാം. നമ്മുടെ സൗരയൂഥം അതിൻ്റെ ഒരു ഉദാഹരണം തന്നെയാണ്. 2 നക്ഷത്രങ്ങളുണ്ടെങ്കിലോ ആ 2 നക്ഷത്രങ്ങൾ പരസ്പരം ബലം വയ്ക്കുന്നതാണ്. അതിനെ നമുക്ക് ബൈനറി സ്റ്റാർ എന്ന് പറയാൻ സാധിക്കും. അത്തരത്തിൽ നിരവധി സ്റ്റാർ സിസ്റ്റം നമ്മുടെ ഈ പ്രപഞ്ചത്തിൽ തന്നെ ഉണ്ട്. 3ാമത് ഒരു നക്ഷത്രം കൂടി വരികയാണെങ്കിലോ ആ 3 നക്ഷത്രങ്ങളും പരസ്പരം ബലം വെച്ചുകൊണ്ടിരിക്കേണ്ടതാണ് ഒരേ രീതിയിൽ തന്നെ. അങ്ങനെയാണ് ഐസക് ന്യൂട്ടൺ പറഞ്ഞത്. മാത്തമെറ്റിക്കലി അത് പ്രൂവ് ചെയ്തതുമാണ്. പക്ഷേ അത് ഡിറൈവ് ചെയ്തെടുക്കാൻ വളരെയധികം പ്രയാസമാണ്. മാത്തമെറ്റിക്കലി ഡിറൈവ് ചെയ്യുന്ന കാര്യമാണ് പറയുന്നത്. ഏത് പാത്തിലൂടെയാണ് ആ 3 നക്ഷത്രങ്ങളും പരസ്പരം വലം വയ്ക്കുന്നതെന്ന് കണ്ടെത്താൻ അസാധ്യമാണ്. അതിൻ്റെ പാത്ത് എല്ലായ്പ്പോഴും മാറിക്കൊണ്ട് തന്നെ ഇരിക്കുന്നതാണ്. നക്ഷത്രങ്ങളുടെ സ്ഥാനത്തും മാറ്റങ്ങൾ സംഭവിക്കുന്നു. സ്വാഭാവികമായിട്ടും അതിനു ചുറ്റും വലം വെച്ചുകൊണ്ടിരിക്കുന്ന ഗ്രഹങ്ങളിൽ അതിഭീകരമായിട്ടുള്ള കാലാവസ്ഥ വ്യതിയാനങ്ങൾ തന്നെയായിരിക്കും സംഭവിക്കുക. ഒരിക്കലും ഒരു 3 ബോഡി സിസ്റ്റത്തിന് നിലനിൽക്കാൻ സാധിക്കുകയില്ല. ആദ്യം കുറച്ചു കാലം അത് നിലനിൽക്കുന്നതാണ്. സ്വാഭാവികമായിട്ടും ആ സിസ്റ്റം പിന്നീട് തകർന്നു പോകുന്നതാണ്. അതിലടങ്ങിയിരിക്കുന്ന ഗ്രഹങ്ങൾ വെളിയിലേക്ക് തെറിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. അതിലുള്ള നക്ഷത്രങ്ങളും വെളിയിലേക്ക് പോകാനുള്ള ഒരു വലിയ സാധ്യത തന്നെ ഉണ്ട്. അത്തരത്തിൽ വെളിയിലേക്ക് പോയിട്ടുള്ള നിരവധി നക്ഷത്രങ്ങളെയും ഗ്രഹങ്ങളെയും ഒക്കെ ഇപ്പോൾ തന്നെ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ സിനിമയിൽ പറയുന്ന ആൽഫ സെൻറ്റോറി സ്റ്റാർ സിസ്റ്റം, ആ സ്റ്റാർ സിസ്റ്റത്തിന് അപകടമൊന്നും ഇപ്പോഴും സംഭവിക്കാത്തത് എന്താണ്? അതിൽ നിന്നും ഏതെങ്കിലും നക്ഷത്രം തെറിച്ച് നമുക്ക് നേരെ വരാനുള്ള സാധ്യത എത്രമാത്രമാണ്? സാധ്യത ഒട്ടും തന്നെ ഇല്ല എന്ന് പറയാം. കാരണം ശരിക്കും ഈ ആൽഫ സെൻറ്റോറി സ്റ്റാർ സിസ്റ്റം ഒരു 3 ബോഡി പ്രോബ്ലം സൃഷ്ടിക്കുന്നില്ല. അതൊരു 3 ബോഡി തന്നെയല്ല. അതിൽ 3 നക്ഷത്രങ്ങളുണ്ട്. 3 സ്റ്റാർ സിസ്റ്റം തന്നെയാണ്. പക്ഷേ അവിടെ 3 ബോഡി പ്രോബ്ലം സൃഷ്ടിക്കപ്പെടുന്നില്ല.
അതിൻ്റെ കാരണം പ്രകൃതി തന്നെ കണ്ടെത്തിയിട്ടുള്ള ഒരു സൊല്യൂഷനാണ്. അവിടെ 3 നക്ഷത്രങ്ങളുണ്ട്. അതിൽ ഏറ്റവും വലിപ്പമേറിയിട്ടുള്ള ആൽഫ സെൻറ്റോറി എയും ആൽഫ സെൻറ്റോറി ബിയും. അത് രണ്ടും ബൈനറിയാണ്, അതായത് അത് രണ്ടും പരസ്പരം വലം വെച്ചുകൊണ്ടിരിക്കുന്ന നക്ഷത്രങ്ങളാണ്. കുറച്ചുകൂടെ വലിപ്പക്കുറവുള്ള, മാസ് കുറവുള്ള പ്രോക്സിമ സെൻറ്റോറി അതിൽ നിന്നും കുറച്ചധികം അകലെ നിന്നുകൊണ്ടാണ് ആ 2 നക്ഷത്രങ്ങളെ വലം വയ്ക്കുന്നത്. ചുരുക്കത്തിൽ 2 നക്ഷത്രങ്ങൾ മാത്രമുള്ള ഒരു എഫക്റ്റ് മാത്രമേ അവിടെയുള്ള ഗ്രഹങ്ങളിൽ സൃഷ്ടിക്കപ്പെടുകയുള്ളൂ. അതിൻ്റെ കാരണം ആ 2 ബൈനറി സ്റ്റാർസ് തന്നെയാണ്. ആ രണ്ടും ബൈനറി ആയതുകൊണ്ട് തന്നെ നമുക്ക് പ്രത്യക്ഷത്തിൽ ഒരൊറ്റ നക്ഷത്രം മാത്രം എന്ന രീതിയിലുള്ള എഫക്റ്റ് മാത്രമേ, ഗ്രാവിറ്റേഷണൽ എഫക്റ്റ് മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. ഇത് ഒരുപാട് സ്റ്റാർ സിസ്റ്റത്തിൽ കാണാൻ സാധിക്കും. 6 നക്ഷത്രം, 7 നക്ഷത്രം, 8 നക്ഷത്രം, എന്തിനേറെ പറയണം 9 നക്ഷത്രം വരെയുള്ള സ്റ്റാർ സിസ്റ്റത്തെ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. 9 നക്ഷത്രങ്ങളുള്ള സ്റ്റാർ സിസ്റ്റത്തിൻ്റെ ഉദാഹരണമാണ് QC കരീന. അതിലടങ്ങിയിരിക്കുന്ന 9 നക്ഷത്രങ്ങൾ നിരവധി ബൈനറി സ്റ്റാർസ് ഉണ്ട്. 2 ബൈനറി സ്റ്റാർസ് ഉണ്ടെങ്കിൽ ആ 2 ബൈനറി സ്റ്റാർസ് പരസ്പരം വലം വെച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതായത് 4 സ്റ്റാറുകൾ ഒരൊറ്റ സ്റ്റാറിൻ്റെ പ്രതീതിയാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഗ്രാവിറ്റേഷണൽ വേവ്സ് ആണ് സൃഷ്ടിക്കപ്പെടുന്നത്. നക്ഷത്രങ്ങളുടെ എണ്ണം ഇങ്ങനെ എത്ര കൂടിയാലും ഇതേ പ്രതീതി തന്നെയായിരിക്കും സൃഷ്ടിക്കപ്പെടുക. പക്ഷേ ഇത് എല്ലാ കേസിലും അങ്ങനെ തന്നെ ആകുന്നില്ല. ഇങ്ങനെ സംഭവിക്കാത്ത, ശരിക്കും ഈ സിനിമയിൽ തന്നെ പ്രതിപാദിക്കുന്ന സ്റ്റാർ സിസ്റ്റംസ് ഉണ്ട്. പക്ഷേ സിനിമയിൽ പറയുന്ന ആൽഫ സെൻറ്റോറി സ്റ്റാർ സിസ്റ്റം ഇങ്ങനെയുള്ള ഒരു സ്റ്റാർ സിസ്റ്റം അല്ല. നമ്മൾ ശരിക്കും ഒബ്സർവ് ചെയ്തിട്ടുള്ള ഇത്തരത്തിലെ സ്റ്റാർ സിസ്റ്റത്തിനെയാണ് നമ്മൾ പൊതുവെ ട്രപ്പീസിയം സിസ്റ്റം എന്ന പേരുകൊണ്ട് വിശേഷിപ്പിക്കുന്നത്. അതിന് അധികം ആയുസ്സൊന്നും ഉണ്ടാവുകയില്ല. കൂടിപ്പോയി കഴിഞ്ഞാൽ ഒരു 5000 വർഷം, ചിലപ്പോൾ ഒരു 100 വർഷമോ 200 വർഷമോ കഴിഞ്ഞു കഴിഞ്ഞാൽ അതിലടങ്ങിയിരിക്കുന്ന ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും ഒക്കെ വെളിയിലേക്ക് തെറിച്ചു പോകുന്നതാണ്. അത്തരത്തിൽ തെറിച്ചു പോയിട്ടുള്ള ഗ്രഹങ്ങളായിരിക്കും നമ്മൾ നിരവധി തവണയായിട്ട് കണ്ടെത്തിയിട്ടുള്ള ഒരു നക്ഷത്രത്തിൻ്റെയും ഭാഗമല്ലാത്ത റോക്ക് പ്ലാനറ്റുകൾ. അതിങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടന്നുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. അത്തരത്തിൽ നമ്മൾ ചില നക്ഷത്രങ്ങളെയും കണ്ടെത്തിയിട്ടുണ്ട്, ഗ്രഹങ്ങളൊന്നുമില്ലാത്ത നക്ഷത്രങ്ങൾ. പക്ഷേ അതങ്ങനെ ഉറപ്പിച്ചു പറയാനും സാധിക്കുകയില്ല. ഒരുപക്ഷെ നമുക്ക് അതിലെ ഗ്രഹങ്ങളെ കണ്ടെത്താൻ സാധിക്കാതെ പോകുന്നതായിരിക്കാം. എന്തായാലും പുതിയതായി നക്ഷത്രങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന, നക്ഷത്രങ്ങളുടെ നഴ്സറി എന്ന് പോലും വിശേഷിപ്പിക്കാൻ സാധിക്കുന്ന മോളിക്കുലർ ക്ലൗഡിൽ ഇത്തരത്തിലുള്ള നിരവധി സിസ്റ്റത്തിനെ നമുക്ക് കണ്ടെടുക്കാൻ സാധിക്കും. 3 ബോഡി പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷൻ ഇല്ല എന്നും പറയാൻ സാധിക്കുകയില്ല. സൊല്യൂഷൻ ഉണ്ട്, സൊല്യൂഷൻ ധാരാളമായിട്ട് തന്നെ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. ആദ്യ കാലഘട്ടങ്ങളിൽ ഇത് ഡിറൈവ് ചെയ്തെടുക്കാൻ വളരെ പ്രയാസം തന്നെ ആയിരുന്നു. പക്ഷേ സൂപ്പർ കമ്പ്യൂട്ടറുകളുടെയും മെഷീൻ ലേണിങ്ങിൻ്റെയും ഒക്കെ ഈ ഒരു കാലഘട്ടത്തിൽ ഗവേഷകർക്ക് അനായാസമായിട്ട് തന്നെ സൊല്യൂഷൻ കണ്ടെത്താൻ സാധ്യമായിട്ടുണ്ട്. ഒന്നല്ല, നിരവധി സൊല്യൂഷനുകൾ കണ്ടെത്തിയിട്ടുണ്ട്. 2017 ചൈനീസ് ഗവേഷകർ ഒരു പേപ്പർ പ്രസിദ്ധീകരിക്കുകയുണ്ടായി. ആ പേപ്പറിൽ അവർ പറയുന്നത് അവർക്ക് 8000-ഓളം സൊല്യൂഷനുകൾ കണ്ടെത്താൻ സാധിച്ചു എന്നതാണ്. പക്ഷേ അതൊന്നും ജനറലായിട്ടുള്ള സൊല്യൂഷനുകളല്ല. അതായത് ഒരു സൊല്യൂഷൻ കിട്ടിക്കഴിഞ്ഞാൽ ആ സൊല്യൂഷൻ നമുക്ക് എല്ലാ 3 ബോഡി പ്രോബ്ലത്തിലും അപ്ലൈ ചെയ്യാൻ സാധിക്കുകയില്ല. ഒരു പെർട്ടിക്കുലർ പ്രോബ്ലത്തിന് ഒരു പെർട്ടിക്കുലർ സൊല്യൂഷൻ മാത്രമാണ്. ഓരോ പ്രോബ്ലത്തിനും നമുക്ക് ഓരോ സൊല്യൂഷൻ കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. 2017 8000 സൊല്യൂഷനുകളാണ് കണ്ടെത്തിയതെങ്കിൽ കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞ് 2022 ബൾഗേറിയയിലെ ഗവേഷകർക്ക് 12000-ഓളം വരുന്ന സൊല്യൂഷനുകളാണ് കണ്ടെത്താൻ സാധ്യമായത്. പക്ഷേ ഈ സൊല്യൂഷൻ എല്ലാം ഒരു പ്രശ്നമുണ്ട്. ഇതിൽ പറയുന്ന 3 നക്ഷത്രങ്ങളുടെ മാസും ഒന്നു തന്നെയാണ്. അതായത് ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള ഒരുപോലുള്ള മാസുകൾക്ക് മാത്രമേ ഈ സൊല്യൂഷനുകൾ അപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ശരിക്കും പറഞ്ഞാൽ പ്രപഞ്ചത്തിൽ ഒരേ മാസുള്ള 2 നക്ഷത്രങ്ങളെ കണ്ടെടുക്കാൻ തന്നെ പ്രയാസമാണ്. ഏകദേശം അടുത്തു വരുന്ന നക്ഷത്രങ്ങളെ കണ്ടെത്താൻ സാധ്യമായേക്കും. പക്ഷേ കൃത്യം ഒരേ മാസുള്ള നക്ഷത്രങ്ങളെ കണ്ടെത്തുക വളരെയധികം പ്രയാസമുള്ള കാര്യം തന്നെയാണ്. അപ്പോഴാണ് ഒരേ മാസുള്ള 3 നക്ഷത്രങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു സ്റ്റാർ സിസ്റ്റത്തെ കണ്ടെത്തുക എന്നുള്ളത്. അത് ഏറെക്കുറെ അസാധ്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. 3 ബോഡി പ്രോബ്ലത്തിൻ്റെ ഗവേഷകർ കണ്ടെത്തിയിട്ടുള്ള ഒരു സൊല്യൂഷൻ ഈ കാണുന്നതാണ്. ഇവിടെ 3 നക്ഷത്രങ്ങളുണ്ട്. 3 നക്ഷത്രവും കൃത്യമായിട്ട് ഒരുപോലെ തന്നെ കൃത്യമായ ഓർബിറ്റിലൂടെ വലം വെച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. ഇത്തരത്തിലുള്ള 12000-ഓളം വരുന്ന സിമുലേഷനുകളാണ് ഗവേഷകർ കണ്ടെത്തിയിട്ടുള്ളത്. ചുരുക്കത്തിൽ 3 ബോഡി പ്രോബ്ലം എന്നത് ശരിയായിട്ടുള്ള ഒരു കോൺസെപ്റ്റ് തന്നെയാണെങ്കിൽ പോലും ഈ കഥയിൽ പറയുന്നത് പോലെ ആൽഫ സെൻറ്റൗറി ഒരു 3 ബോഡി പ്രോബ്ലം അല്ല. ഇനിയിപ്പോൾ ആൽഫ സെൻറ്റൗറി 3 ബോഡി പ്രോബ്ലമുള്ള ഒരു സ്റ്റാർ സിസ്റ്റം ആണെന്ന് തന്നെ എടുക്കാം. അങ്ങനെയാണെങ്കിൽ തന്നെ അതിൻ്റെ ആയുസ് 1000 വർഷമോ അല്ലെങ്കിൽ പരമാവധി 5000 വർഷം മാത്രമായിരിക്കും. പക്ഷേ ഈ സീരീസിൽ പറയുന്നത് ലക്ഷക്കണക്കിന് വർഷത്തെ പഴക്കം ആ നക്ഷത്ര സമൂഹത്തിനുണ്ടെന്നാണ്. കാരണം അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമല്ലേ മനുഷ്യരെക്കാൾ ഡെവലപ്ഡ് ആയിട്ടുള്ള ജീവജാലങ്ങൾക്ക് അവിടെ ഇവോൾവ് ചെയ്യാൻ സാധ്യമാവുകയുള്ളൂ.
അതൊക്കെ ഫിക്ഷണൽ എലമെൻറ്റ് മാത്രമാണ്. ശരിക്കും പറഞ്ഞാൽ അത് അസാധ്യമായ കാര്യമാണ്. 3 ബോഡി പ്രോബ്ലമുള്ള ഒരു സ്റ്റാർ സിസ്റ്റത്തിനും അധികകാലമൊന്നും നിലനിൽക്കാൻ സാധിക്കുന്നതല്ല. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ശാസ്ത്രത്തോട് താല്പര്യമുള്ള ആളുകൾക്ക് ആസ്വദിക്കാൻ സാധിക്കുന്ന ഒരു സീരീസ് തന്നെയാണ് 3 ബോഡി പ്രോബ്ലം. എനിക്കെന്തായാലും അടുത്ത കാലത്തൊന്നും അത് കണ്ടു തുടങ്ങാൻ തന്നെ സാധിക്കുകയില്ല. എന്തായാലും കാണാനായിട്ട് ഞാൻ പരമാവധി ശ്രമിക്കുന്നതാണ്. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. മറ്റുള്ളവർക്ക് കാണാൻ അതൊരു മോട്ടിവേഷനായിട്ട് മാറട്ടെ.